ഭരണഘടനയെക്കുറിച്ച് ഇവിടെ ചോദിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ സജി ചെറിയാൻ തെറ്റിതിരുത്തിയെന്ന് പറയണത്. ഇപ്പോൾ എന്നെ രാവിലെ ഒരാൾ ഒറ്റ അടിക്കും ചവിട്ടിൽ. ഞാൻ തെറ്റിതിരുത്തിയെന്ന് പറഞ്ഞാൽ അജയേട്ടൻ ക്ഷമിക്കൂ? ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് കൈ തൊട്ട് സത്യം ചെയ്തിട്ട് പറയുകയാണ് ഇന്ത്യൻ ഭരണഘടന ഒരു കുന്തവും കുടച്ചോക്കറോ അല്ല എന്ന് പറയാൻ ഇവിടുത്തെ ഒരു മന്ത്രിക്ക് തയ്യാറായെങ്കിൽ ആ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിക്ക് എന്തും പറയാം, പാർട്ടിയുടെ നേതാക്കന്മാർക്ക് എന്തും പറയാം. എന്നിട്ട് സഖാക്കന്മാർ പറയുന്നു അദ്ദേഹം തെറ്റുതിരുത്തി എന്ന് പറയുന്നു. തെറ്റുതിരുത്തിയാൽ എല്ലാം തീരുമോ? മറ്റൊരു കാര്യം, ഇപ്പോൾ ബേട്ടി ബെടാവോ ബേട്ടി പച്ചാവോ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു മാസം മുമ്പാണ് പേട്ടയിൽ 2 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് 24 മണിക്കൂറിന് ശേഷം പേട്ടയിലെ ഒരു അഴുക്കുചാലിൽ നിന്ന് കിട്ടിയത്. അത് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയാനില്ല. പക്ഷേ ബ്രിജ് ഭൂഷണെ കുറിച്ച് പറഞ്ഞു. ബ്രിജ് ഭൂഷണിന്റെ കേസിൽ പോസ്കോ ഇല്ല സുഹൃത്തെ. ആ കേസ് കോടതിയിൽ നിൽക്കുന്നുണ്ട്. BJP സംബന്ധിച്ച് BJPയുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഒരു കാരണവശാലും അംഗീകരിക്കില്ല, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു കാര്യം കൂടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അതിക്രമത്തിന് പരിശോധിക്കുന്ന പാർട്ടി സഖാക്കന്മാരും പാർട്ടി കോടതിയുമാണ്. ഇതാണ് BJPയും CPMും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഇവിടുത്തെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. BJPയെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമവും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പാർട്ടി കോടതി നമുക്കില്ല. നമുക്കൊരു കോടതിയുള്ളൂ, ഇന്ത്യയുടെ നീതിന്യായ കോടതി. ആ കോടതി പറയുന്ന എന്തും പാലിക്കുവാൻ BJP തയ്യാറാണ്.